NHM 380 കോടി കൂടി തരാമെന്ന് കേന്ദ്രം. ഇന്നത്തെ മലയാള മനോരമയുടെ ഒന്നാം പേജ് വാർത്തയാണത്. തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ SUCI നടത്തുന്ന സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വാർത്തക്ക് നല്ല പ്രാധാന്യമുണ്ട്. കേന്ദ്രം 380 കോടി കൂടി തരാൻ പോവുകയല്ലേ, പിന്നെന്താ ആശമാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൂടെ സർക്കാരെ എന്നാണ് ഇങ്ങനെയൊരു തലക്കെട്ടിലൂടെ പത്രം പരോക്ഷമായി ചോദിക്കുന്നത്. UDF സ്പോൺസേഡ് SUCI സമരത്തെ ന്യായീകരിക്കാനും പിന്തുണയ്ക്കാനുമാണ് പത്രം ശ്രമിക്കുന്നത് എന്ന് ലേഖകൻ വാലാട്ടുമ്പോൾ തന്നെ വായനക്കാർക്ക് മനസ്സിലാകും. കാരണം ഈ ഫണ്ട് ആശമാർക്കുള്ളതല്ല എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആശമാരെ ഇനിയും കേന്ദ്രം ജീവനക്കാരോ തൊഴിലാളികളോ ആയി അംഗീകരിച്ചിട്ടില്ല. മൂന്നാമത്തെ കാര്യം, അവരുടെ ഇൻസെൻറ്റീവ് 1 രൂപ പോലും കൂട്ടുമെന്നും കേന്ദ്രം പറയുന്നില്ല. അതുമാത്രമോ, മനോരമ തന്നെ നോക്കൂ, വാർത്തയുടെ ഹൈലൈറ്റായി കൊടുത്തിരിക്കുന്നു, കുടിശ്ശികയുടെ കാര്യത്തിൽ മൗനമെന്ന്. ഇന്നലെ വരെ ഈ മാധ്യമങ്ങളും കേന്ദ്ര ഭരണകക്ഷി നേതാക്കളും JP നദ്ദ എന്ന കേന്ദ്രമന്ത്രിയും കേരളത്തിലെ കേന്ദ്രമന്ത്രി നടനും അവരെ പേര് നടക്കുന്ന UDFും പറഞ്ഞതെന്താണ്? കേന്ദ്രം 1 രൂപ പോലും കുടിശ്ശിക തരാനില്ലെന്ന്. ഇപ്പോൾ മനോരമ തന്നെ പറയുന്നു കേന്ദ്രം തരാനുണ്ടെന്ന്. മനോരമ വാർത്തയിലേക്ക് തന്നെ തിരിച്ചു വരാം. ആശാ വർക്കർമാർക്ക് ഇൻസെൻറ്റീവ് നൽകുന്നതിനടക്കം ദേശീയ ആരോഗ്യ മിഷൻ്റെ അഥവാ NHM വാർഷിക ഫണ്ടിൽ 380 കോടി രൂപയുടെ വർധനവ് വേണമെന്ന കേരളത്തിൻ്റെ ആവശ്യം കേന്ദ്ര സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചു. 2025-26 ഫണ്ടിലാണ് ഈ വർധനവ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം 2023-24 കുടിശ്ശികയായ 636.88 കോടി രൂപ അനുവദിക്കണമെന്ന ആവശ്യത്തോട് NHM ദേശീയ മിഷൻ ഡയറക്ടർ ആരാധന പട്നായിക്കോ മറ്റുദ്യോഗസ്ഥരോ പ്രതികരിച്ചില്ല. ആശമാരുടെ ഓണറേറിയം പൂർണ്ണമായി സംസ്ഥാനമാണ് നൽകുന്നതെങ്കിലും കേന്ദ്രവും സംസ്ഥാനവും 60:40 അനുപാതത്തിൽ ചെലവഴിക്കുന്ന NHM ഫണ്ടിൽ നിന്നാണ് അവർക്കുള്ള ഇൻസെൻറ്റീവ് നൽകുന്നത്. മനസ്സിലായില്ലേ? ഇൻസെൻറ്റീവ് പൂർണ്ണമായും നൽകുന്നത് സംസ്ഥാനങ്ങളാണ്. കേരളത്തിൽ അത് 13,200 രൂപ വരെ നൽകുന്നുണ്ട്. ഇതേ മനോരമയും മറ്റു മാധ്യമങ്ങളും കൊട്ടിഘോഷിക്കുന്ന ആന്ധ്രയിലും സിക്കിമിലും 10,000 രൂപ മാത്രമാണ് ഈ ഇനത്തിൽ നൽകുന്നത്. എന്നാൽ കേരളമായാലും ആന്ധ്രയായാലും സിക്കിമായാലും വെറും 1,500-2,000 രൂപ മാത്രം നൽകുന്ന BJP ഭരിക്കുന്ന UPയും ബീഹാറുമായാലും ഇതിന് കേന്ദ്ര വിഹിതത്തിൽ നിന്നും ചെറിയ തുക വിനിയോഗിക്കുന്നു. ആ തുക പോലും അനുവദിച്ചില്ല എന്നിപ്പോൾ മനോരമ തന്നെ സമ്മതിക്കുന്നു. 2023-24 826.2 കോടി രൂപ നൽകാമെന്നായിരുന്നു കേന്ദ്രത്തിൻ്റെ ഉറപ്പ്. ആദ്യ ഗഡുവായി 188.14 കോടി രൂപ അനുവദിച്ചു. എന്നാൽ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന ബ്രാൻഡ് ചെയ്യാത്തതിൻ്റെ പേരിൽ ബാക്കിയുള്ള 636.88 കോടി രൂപ കുടിശ്ശിക അനുവദിച്ചില്ല. കേരളം ഒട്ടേറെ തവണ ആവശ്യപ്പെട്ടിട്ടും നിവേദനം നൽകിയിട്ടും കേന്ദ്രം മറുപടി നൽകിയില്ലെന്ന് യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയപ്പോഴും മൗനമായിരുന്നു മറുപടിയെന്ന് മനോരമ തന്നെ പറയുന്നു. ഇതിൽ 100 കോടി ആശമാർക്കുള്ളതാണ്. അപ്പോൾ ആശമാരെ വഞ്ചിക്കുന്നത് കേന്ദ്രമല്ലേ? തുച്ഛമായ കേന്ദ്ര സഹായത്തിൻ്റെ പേരിൽ കേരളത്തിൻ്റെ തനത് ശൈലിയിലുള്ള പേര് മാറ്റി അതുകൂടി ഹിന്ദിവൽക്കരിക്കുകയും കാവ്യവൽക്കരിക്കുകയും ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അതിൻ്റെ പേരിൽ അർഹമായ വിഹിതം തടഞ്ഞു വെക്കുന്നു. എന്നിട്ടും പഴി കേരളത്തിനാണ്. മനോരമയുടെ ഉദ്ദേശം മറ്റൊന്നാണെങ്കിലും പറയാതെ പറഞ്ഞത് കേന്ദ്രത്തിൻ്റെ ഈ കള്ളക്കളികളാണ്.